മില്ലർ സെക്കൻഡ് ലാസ്റ്റ് ബോൾ സിംഗിൾ തന്നെ കുറേ പേര് കുറ്റപ്പെടുന്നുണ്ട്. അതിൽ കുറേ പേര് കുഴപ്പമില്ല, അത് ആ മാച്ചിൽ അത് സ്വാഭാവികമാണെന്ന രീതിയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ മില്ലറുടെ ഈ ഒരു പ്രവൃത്തിനെ നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീണ്ടും വരികയാണ്. പരിക്കുമായിട്ട് കയറിപ്പോൾ ഹർട്ടായിട്ട് കയറിപ്പോയ മില്ലർ വീണ്ടും ക്രീസിലേക്ക് വരുന്നു. ജയിക്കാൻ 2 ഓവറിൽ 36 റൺസ് വേണം. ബോൾ എറിയാനുള്ളത് അവരുടെ ഏറ്റവും മികച്ച ബോളറായിട്ടുള്ള സിറാജും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം IPL അവർക്ക് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഏറ്റവും ബെസ്റ്റ് എക്കണോമിയിൽ പന്തെറിഞ്ഞുള്ള പ്രസീദ് കൃഷ്ണയും. ഈ 2 പേരെ പരിക്കുള്ള മില്ലർ എങ്ങനെ നേരിടുമെന്ന് തന്നെയായിരുന്നു ആൾക്കാർ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. മില്ലറിനെ നമുക്കറിയാം, കില്ലർ മില്ലർ എന്ന് വെറുതെ വീണ വിളിപ്പാരല്ല. ഇത്തരത്തിലുള്ള ചേസിങ്ങുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലാസ്റ്റ് ഓവർ ത്രില്ലേഴ്സൊക്കെ പുള്ളിക്ക് വളരെ മനപ്പാടാണ്. അവിടെ എങ്ങനെ കളിക്കണമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ വർഷം ഫോമില്ലായ്മയുടെ വലിയ ഇതേ ഗുജറാത്ത് ഒഴിവാക്കിയിട്ടുള്ള പ്ലെയറാണ് മില്ലർ. ആ ഗുജറാത്തിനെതിരെ 2 ഓവറിൽ 36 ചേസ് ചെയ്യാനായിട്ട് മില്ലർ അവിടെ നിൽക്കുന്നു. സിറാജിനെതിരെ 22 റൺസാണ് ആ ഓവറിൽ മില്ലർ അടിച്ചെടുക്കുന്നത്. കളി ഇതാ നേരെ തിരിഞ്ഞ് ഡൽഹിയുടെ ഭാഗത്തോട്ട് കളി എത്തി. അടുത്ത ഓവറിൽ വേണ്ടത് വെറും 14 റൺസ് മാത്രം. അവിടെയും വിപ്രാജനത്തിൻ്റെ കോൺട്രിബ്യൂഷനും കൂടി വന്നതോടുകൂടി 2 ബോളിൽ 8 റൺസ് എന്ന നിലയിലേക്ക് മില്ലർ വീണ്ടും ക്രീസിലോട്ട് വരികയാണ്. 103 മീറ്ററിൻ്റെ ഒരു കിഡിലൻ 6 തേർഡ് ടയറിലോട്ടാണ് പന്ത് പോയത്. പ്രസീദ് കൃഷ്ണയുടെ ഓഫ് സ്റ്റമ്പിന് പുറത്ത് കുത്തിയ പന്ത് മില്ലർ അടിച്ച് തൂക്കിയതാണ്. 2 ബോളിൽ നിന്ന് 2 റൺസ്. ഡൽഹി ക്യാമ്പിലൊക്കെ ആശ്വാസം, വിജയ് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ക്രീസിൽ മില്ലർ നിൽക്കുന്നു, ഒട്ടും ടെൻഷനില്ല. 2 ബോളിൽ നിന്ന് 2 റൺസേ വേണ്ടുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ടത് അതിലും വലിയൊരു ടിസ്റ്റായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണോ അല്ലെങ്കിൽ കുൽദീപ് യാദവിനോടുള്ള വിശ്വാസക്കുറവാണോ എന്നറിയില്ല, അദ്ദേഹം ഒരു സിംഗിൾ ഡെനേ ചെയ്യാണ്ടായത്. ഒരു ഷുവർ സിംഗിളായിരുന്നു, അദ്ദേഹം ഡെനേ ചെയ്തു. അവസാന ബോളിൽ 2 റൺസാണ് വേണ്ടത്. പ്രസീദ് കൃഷ്ണയുടെ സ്ലോവർ ബൗൺസർ വരുന്നു, അത് മില്ലറിന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം മിസ് ചെയ്യുന്നു. പന്ത് പിന്നിൽ കീപ്പറുടെ കയ്യിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഡയറക്ട് ത്രോ, ജോസ് ബട്ട്ലർ അദ്ദേഹത്തിന് പഴച്ചില്ല. കുൽദീപ് യാദവ് റണ്ണൗട്ടാകുന്നു. ഒരു വൈഡിൻ്റെ അപ്പീലൊക്കെ നടത്തിയെങ്കിൽ പോലും അത് വൈഡല്ലായിരുന്നു. അങ്ങനെ കയ്യിലിരുന്ന കളി, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ്, അദ്ദേഹത്തിന് തന്നെ വിനയർ കളി, ആ ഒരു സിംഗിൾ എടുത്തെങ്കിൽ മത്സരം ടൈയെങ്കിലായി പോയാനെ. അപ്പോൾ ആ ഒരു കളി തോറ്റു റണ്ണിന് ഡൽഹി തോക്കുകയുണ്ടായത്. വളരെ ത്രില്ലിംഗ് ആയിട്ട് ലാസ്റ്റ് ബോൾ വരെ നമ്മൾ മില്ലർ അടിച്ച് ജയിപ്പിക്കണം എന്ന് തന്നെയാണ് കളി കണ്ട് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഭാഗ്യം ഗുജറാത്തിൻ്റെ ഒപ്പമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ജോസ് ബട്ട്ലറുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, പ്രസീദ് കൃഷ്ണയുടെ ആ ലാസ്റ്റ് ബോൾ അദ്ദേഹം ആ ഒരു സ്ലോവർ ബൗൺസർ അറിയാൻ കാണിച്ച ആ ഒരു ബ്രില്യൻസ്, എല്ലാം കൊണ്ടും ഗുജറാത്തിന് കളി അനുകൂലമായിട്ട് മാറി. 4 ഓവറിൽ വെറും 17 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് എടുത്ത റഷീദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു പഴയ പ്രതാപം കാണിച്ചു കൊടുത്തൊരു മത്സരം കൂടിയായിരുന്നു.